ഇങ്ങനെ മിക്സ് ചെയ്തേ ചേച്ചിയാ? സബ്ജക്റ്റ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഞാൻ. എനിക്ക് 9 അടി പൊക്കമുണ്ട്, 9 അടി. അമിതാഭ് ബച്ചൻ ഒരു പേരെന്താ? ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല, കൊക്കോ പാമ്പാന്നാ തോന്നുന്നത്. ഇത് കണ്ടിട്ട് കൊതിയാവുന്ന എനിക്ക്. ഹലോ അമീഗോസ്, അപ്പോൾ ഇന്നത്തെ വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. വിട്ടാലോ? ഇപ്പോൾ വീടിൻ്റെ ചാവി എടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാണ്. റാഷിക്ക് കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ സാരഥി ഈ ഹൈലക്സ് ആണ് കേട്ടോ, കമ്പനി വണ്ടിയാണ്. റാഷിക പോവാം, നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് കാണുന്ന കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോയാലോ. ഈ വരുന്ന കേട്ടോ അവിടുത്തെ പോലീസ് വണ്ടി, സ്കോർപ്പിയോൻ്റെ തൊട്ടി വണ്ടി എന്ന് പറയാം നമുക്കതിനെ. ദെൻ ഇതാണ് നമ്മുടെ ചെറിയൊരു ടൗണ്. ഈ സൈഡിലായിട്ട് കാണുന്നുണ്ടോ, അതൊക്കെ ഒരു ഫാമിങ് ഏരിയാസ് ആട്ടോ. മോസ്റ്റ്ലി കാണാനുള്ളതൊക്കെ ചോളങ്ങളാണ് കാണുന്നതൊക്കെ. ചോളം അവിടെ ഫേമസ് സാധനമാണ്. ദെൻ അങ്ങ് അറ്റത്ത് കാണുന്നതൊക്കെ ഉണ്ടോ വീടുകൾ, ഗ്രാമങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് എല്ലാ വീക്കും കൂടാറുള്ള ആ സെയിം സ്ഥലത്തേക്ക് തന്നെയാണ്. അവിടെ നമുക്ക് പാർട്ടി ബോക്സ് എടുക്കാനുണ്ട് JBLൻ്റെ. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇഗ്ലൂ ഹൗസസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലിൽ കയറിയിട്ട് അതൊന്ന് കാണണേ. ഇതാ ഓൾറെഡി ഇവിടെ ദിൽനേച്ചിയും കൊച്ചും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മോസ്റ്റ്ലി എല്ലാ വീക്കും കൂടാറുള്ള ഡെസ്റ്റിനേഷനാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഗൈസ് ഇവിടെ ഫുഡിനോടുള്ള മല്ലുപിടുത്തം കാണുന്നത്. അയ്യവാ, മൈൻഡ്സിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുവച്ച ഫുഡാണ്. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ കൂടി അത് മൊത്തത്തിലൊന്ന് ടെസ്റ്റിംഗ് ആണ്. കൊള്ളാം, നല്ല സമയത്താണെങ്കിലും വന്നത്, മോശമായില്ല. എല്ലാവരും കൂടെ കൈയിട്ട് വാരി തിന്നു നോക്കി. ഇതാണ് നമ്മുടെ ബോക്സ്. പക്ഷേ ബോക്സ് നമുക്കിന്ന് കിട്ടത്തില്ല, കാരണം ഓൾറെഡി ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇത് ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു, നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ ബോക്സ് കിട്ടാത്ത സങ്കടത്തിൽ റാഷിക്കഥ നടന്നു പോവാണ്. സാരല്ല, ഫുഡ് കിട്ടിയല്ലോ, സെറ്റ്. പോർച്ചുഗീസുകാർ മൊസംബിക്കിലുണ്ടായിരുന്ന സമയത്ത് 1973 പണി തീർത്ത ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഇപ്പോഴത്തെ പേര് സമോറ മാഷൽ എന്നാണ്. ഏതാണ്ട് 762 മീറ്ററോളം നീളം ഇതിനുണ്ട്. ദെൻ 5 സ്പാനിലാണിത് നിൽക്കുന്നത്. അതിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സ്പാന് 180 മീറ്ററോളം നീളമുണ്ട്. അങ്ങനെ മൊസംബിക്കിലെ ഫസ്റ്റ് പ്രസിഡൻ്റായ സമോറ മാഷൽ എന്ന വ്യക്തിയുടെ പേര് തന്നെയാണ് രണ്ടാമത് ഈ ബ്രിഡ്ജിന് കൊടുത്തത്. 1975 മൊസംബിക്കിന് പോർച്ചുഗീസിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ ഇക്കാണുന്ന നദിയാണ് നമ്മുടെ സിംബാബ്വേയിലെ വിക്ടോറിയ എന്ന ഫേമസ് വാട്ടർഫാളിലേക്ക് ഒഴുകുന്ന നദി. അങ്ങനെ സാംബേസ് റിവറിന് കുറുകെയായിട്ട് ടെറ്റിനെയും മോട്ടീസ് എന്ന നഗരത്തിനെയും ബന്ധിപ്പിക്കുന്നൊരു പാലമാണത് കേട്ടോ. അങ്ങനെ ടോൾ കൊടുക്കാതെ നമുക്ക് ഈ റിവർ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ടോൾ ഗേറ്റ്. അതപ്പോൾ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ. പക്ഷെ അതല്ല, ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പോകുന്ന ആളുടെ ഫ്ലാറ്റ്. ദെൻ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ദെൻ റാഷിക്ക് കറക്റ്റ് സ്പോട്ട് അറിയത്തുള്ളൂ. മെല്ലെ റാഷിക്കനെ ഫോളോ ചെയ്ത് പോവാം. കമോൺ കമോൺ കമോൺ. ദെൻ ഇതാണ് വീട്. ആദ്യത്തെ എൻട്രി രണ്ട് വലത് കാല് വെച്ച് തന്നെ കയറാം. ആരെയും കാണുന്നില്ല. ഗാനേജ് അവിടെ ഇരിപ്പുണ്ട്. ഹലോ. അപ്പോൾ കിരണേട്ടനാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഷെഫ്. അപ്പോൾ പുള്ളി മസാല കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. കോഴിക്കോടൻ ബിരിയാണിയാണ് എന്നാണ് പറഞ്ഞത്. ആയി വരുമ്പോൾ നോക്കാം എന്താവും എന്നുള്ളത്. ദെൻ ഇതാണ് ഇവിടുത്തെ റൈസ്. ഇതാണ് നമ്മൾ മോസ്റ്റ്ലി കിട്ടാറുള്ള ഈ സാധനം തന്നെ നമ്മൾ വാങ്ങാറുള്ളത്, റാണി ബസ്മതി റൈസ്. നമ്മുടെ റാഷിക്ക് അതാ വർക്കിംഗ് ഡ്രസ്സൊക്കെ ഇട്ട് ചിക്കനിലേക്കുള്ള എൻട്രിയാണ്. ഗാനേഷിനോട്
മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കസ്കസ് വെള്ളത്തിലിടാൻ വേണ്ടി പറഞ്ഞാണേ. പുള്ളിക്കാരത്തി 1 കിലോ ഏറ്റോ സാധനം ഉള്ളത് മൊത്തം എടുത്ത് വെള്ളത്തിലിട്ടു. റാഷിക്ക തമ്മിലുള്ള കോഴികളുടെ അംഗം തുടങ്ങുകയാണ്. ഇവിടുത്തെ സെർവൻ്റ് ആട്ടോ അത്. പേരെന്താ? ബെർജീന. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? നമ്മുടെ അബ്രുമോൻ ഏതാ ഗാനേച്ചി കുറച്ച് ലൈസൊക്കെ കൊടുത്ത് ഒതുക്കി അവിടെ ഇരുത്തിയിട്ടുണ്ടേ. ഞാൻ ചോദിച്ചേ, ആശാൻ എവിടെ മൈൻഡാക്കുന്നില്ല. പിള്ളേരെ കൊണ്ട് തല്ലാട്ടോ. അതിൻ്റെ കൂടെയാണെങ്കിൽ പിള്ളേരെ സ്വഭാവമുള്ളൊരു ചേച്ചി ഹൈറ്റ് വെക്കാൻ വേണ്ടി നിന്നാണേ. ഇവിടങ്ങളൊന്നും അങ്ങനെ വീടുകളിൽ അടുപ്പൊന്നും കാണത്തില്ല, ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഉണ്ടാവത്തുള്ളൂ. ദെൻ ഇതിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ കരിയാണ് ഇടുക. കരിയിട്ട് കത്തിക്കും. ഇങ്ങനെ ഓരോ ചാക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. ദെൻ അതിനെ ഡിപ്പെൻഡായിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഫുഡുകൾ വെക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കരിയൊക്കെ ഇട്ട് ഒന്ന് തീ പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ വെർജീന വന്നിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. കുറച്ച് ടിഷ്യൂ ഒക്കെ വെച്ച് മെല്ലെ കത്തിച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു. റാഷിക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ തീർത്തും തോന്നുന്നു. ലാസ്റ്റ് പീസ് എന്തോ ആണത്. തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ചേച്ചി. കിരണേട്ടനതാ തൈരെല്ലാം ഇട്ട് സെറ്റാക്കുന്നുണ്ട് മസാല. നമ്മുടെ വലിയേച്ചിൻ്റെ വകയാണ് ഇന്നത്തെ മുഹബത്ത് കാ സർബത്ത്. എന്തോ ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. നാട്ടിലൊക്കെ ഉണ്ടെന്ന് പറയണു. അധികം റെഡിഷൊന്നുമല്ല, ചെറിയൊരു പിങ്ക് കളറുണ്ട്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ദെൻ കൊച്ചു ബാക്കിയുണ്ട്. കുരങ്ങിന് വേണോ? എവിടെ അസുഖം എനിക്ക് മനസ്സിലായി. ആർത്തി മൂത്ത് പ്രാന്തായതാണ്. ചേച്ചി അങ്ങനെ മുഹബത്ത് കാ സർബത്തിൻ്റെ പരിപാടിയിലാണ്. എന്ത് സർബത്താണ് എന്തോ. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തൊരു വാട്ടർമെലൺ നോക്കി വാങ്ങുക. ദെൻ ഇതുപോലെ സ്ലൈസ് ആക്കുക. ദെൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക. ഇവിടുത്തെ പഞ്ചസാരൻ്റെ കളർ കണ്ടോ, ബ്രൗണിഷ് കളറാണ്. പിന്നെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് ഏലക്ക പൊടിച്ചും ഇട്ടേക്കോ അതിലേക്ക്. പിന്നെ ഗാനേച്ചിൻ്റെ സ്പെഷ്യൽ കസ്കസ് എടുത്ത് അതിലേക്ക് തട്ടി. പിന്നെ കണ്ട കൊതിയാവുന്ന എന്തോ ഒരു സാധനം എടുത്ത് ഒഴിക്കുന്നുണ്ട്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ പാക്കറ്റ് നോക്കാം. കണ്ടൻസ്ഡ് മിൽക്ക്. ഓഹോ, ഓക്കെ. പുറത്ത് നമ്മൾ റൈസ് ഇടാനുള്ള ചെമ്പിൽ കുറച്ച് വെള്ളം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്തെല്ലോ പറഞ്ഞ് എന്തൊക്കെയോ തിന്നുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ നടന്ന് മടുത്തിട്ട് ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നുണ്ട്. ദിൽനേച്ചി തീറ്റയെല്ലാം കഴിഞ്ഞിട്ട് എന്തോ ഒരു പണിയിൽ ഏർപ്പെട്ടിട്ടുണ്ടേ. വലിയ കാര്യമൊന്നുമല്ല, ചെറിയ എന്തോ ഒരു സാധനം ഇടിച്ചുകൊണ്ടിരിക്കുക. ദെൻ ബിരിയാണിക്കുള്ള അണ്ടിപ്പരിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അയ്യോ, റാഷിക്ക് അണ്ടിപ്പരിപ്പ് അത്യാവശ്യം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ചിക്കൻ പീസ് ഇട്ടിട്ട് ആ മിക്സ് ഒന്ന് സെറ്റാക്കുവാണ്. ദെൻ ചേച്ചി മുന്തിരീൻ്റെ കുറച്ച് പണിയില്ല. മുന്തിരിയും കൂടെ വേണമല്ലോ അല്ലേ? ശരിയാണല്ലോ. മുഹബത്ത് കാ സർബത്ത് റെഡിയായെന്ന് തോന്നുന്നു. റാഷിക്ക് കുറച്ച് അബ്രുവിന് കൊടുത്ത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത പണി ഐസ്ക്രീം ഒരു കൊട്ട ഉള്ളതുകൊണ്ടേ കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്തിരി സ്ലൈസ് ചെയ്യുന്നുണ്ടേ. റാഷിക്കാണെങ്കിൽ മസാലയും ചിക്കനായിട്ട് മല്ല് പിടിക്കുന്നുണ്ട്. റാഷിക്ക് അസാധ്യ കുക്കാട്ടോ, മലപ്പുറംകാരനാണ്. ഇവിടെ ശരത്തും ദിൽനേച്ചും കൂടെ സവാള എടുത്തിട്ട് നെയ്യിലേക്ക് ഇടുന്നുണ്ടേ. എന്നാത്തിനാന്ന് എനിക്കറിയാൻ പാടില്ല. ഓക്കെ. മറ്റേ ദമ്മിന് മേലെ കൂടെ ഇങ്ങനെ ഇടാനായിരിക്കും. കിരണേട്ടനും ഞാനും കൂടെ പുറത്ത് നമ്മൾ സെറ്റ് ചെയ്ത ചെമ്പിലോട്ട് കഴുകി വെച്ച അരി എടുത്തിട്ട് തട്ടുകയാണേ. നമ്മുടെ റാണി ബസ്മതി റൈസ്. നല്ല പേരല്ലേ? അങ്ങനെ അത്ര ഉള്ളി വാട്ടിയ ക്ഷീണത്തിൽ ചേച്ചി കോള കുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ
അപ്പോൾ റൈസ് ഒരു 60-70% വേവായ സ്ഥിതിക്ക് നമ്മൾ ചെമ്പിലേക്ക് മാറ്റുകയാണ് ദമ്മ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ അടിയിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ ഇട്ട വിഷ്വൽ എനിക്ക് കിട്ടിയില്ല. ബാക്കി ടീംസൊക്കെ എത്തി തുടങ്ങി. ഏതാണ്ട് ഒരു 15 ആളോളം എല്ലാ വീക്കും കൂടാറുണ്ട് കേട്ടോ. തൊട്ടടുത്ത റൂമിലെ പട്ടിക്കുട്ടികളെ കണ്ടോ. അപ്പോൾ ഡ്രിങ്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആശാൻ വരുന്നുണ്ടേ. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். വിശന്ന് എനിക്ക് പ്രാന്താ. എല്ലാവരും തിരക്കിട്ട ഓരോരോ പണികളിലാണ് കേട്ടോ. ദെൻ ദം ഏതാണ്ട് സെറ്റായി തോന്നുന്നു റൈസ്. ദെൻ അവരുടെ അടുത്ത് ഉള്ളിലോട്ട് പോകുന്നുണ്ട്. പൊളി. എങ്ങനെ പോയാലും ശനിയാഴ്ചത്തെ ഉച്ചത്തെ ഫുഡ് സ്കിപ്പായിരിക്കും. ദെൻ കഴിക്കാൻ ഒരു 6-7 മണി എന്തായാലും ആവും. അപ്പോൾ പിന്നെ അധികം ലേറ്റ് ആക്കണ്ട, അപ്പോൾ തന്നെ കൈയോടെ കഴിച്ചേക്കാം അല്ലേ. കൊച്ചുങ്ങളെ മെല്ലെ കഴിച്ച് സെറ്റാക്കുന്നുണ്ട് ചേച്ചിമാർ രണ്ടാളും. അപ്പോൾ നോർമലി ശനിയാഴ്ചകളിൽ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് പിരയിലാണ് പതിവ്. ദെൻ കാസിനോ പോകുന്നവർ കാസിനോ പോവും. ഇവിടെ കാസിനോ വന്നൊരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് ചൂതാട്ടവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ദെൻ നല്ല വിശപ്പുണ്ട്. സോ എന്ത് ചെയ്യാം, ഫുഡ് കഴിച്ചിട്ട് എന്താക്കാം, ബാക്കി പരിപാടി നോക്കാം. കമോൺ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ പാടെ എല്ലാവരും ഫ്രൂട്ട് സലാഡ് അടിക്കുന്ന പരിപാടിയിലായി. അപ്പോൾ ഓക്കെ, ഞങ്ങളൊരു ഫിലിം കൂടെ കണ്ടിട്ട് പിരിയാനുള്ള പരിപാടിയാണ്. ദെൻ ഇന്നത്തെ വീഡിയോയുടെ സൈൻ ഓഫ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്താ അഭിപ്രായമാണെങ്കിലും രേഖപ്പെടുത്തുക. പിന്നെ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ എല്ലാവരും ഒന്ന് അമർത്തണേ. അപ്പോൾ ശരി എന്നാൽ ബൈ. ഇർഷാദ് ട്രാവൽ ഹാക്കർ സൈനിങ് ഓഫ്. ബൈ.